വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ അല്ല കൈക്കുഴി വെട്ടണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുമോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതാണ് വലിച്ചു കീറിയാൽ പോലും പൊട്ടിപ്പോകാത്ത സ്ലിറ്റ്. കൈക്കുഴിക്ക് പ്രശ്നമില്ല, ഷോൾഡർ ഇറങ്ങിപ്പോകത്തില്ല, കഴുത്തിന് പ്രോബ്ലം ഇല്ല, ഇടാൻ നല്ല സുഖം, നല്ല സുഖമുള്ളത്. സാലി റോസിൻ്റെ കൂട്ടുകാരെ, ഒരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഇതൊന്നും സാധാരണ ആരും ശ്രദ്ധിക്കുകയോ അല്ലെ പറഞ്ഞു തരുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും വെട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങ് തയ്ക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളിൽ പലരും തയ്ക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളും അത് പരിഹരിക്കേണ്ടതുമാണ്. ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ കഴുത്തൊക്കെ തയ്ച്ചു എല്ലാം കഴിഞ്ഞ് ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈക്കുഴി ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെങ്ങനെ അത് ക്ലിയർ ചെയ്ത് നോക്കിക്കണേ. ആദ്യം ഞാൻ ആ എക്സ്ട്രാ നിൽക്കുന്നത്, നമ്മൾ കൂടുതൽ തുണിയിട്ടല്ലേ നല്ല തുണി വെട്ടിയത്, അതങ്ങ് കളഞ്ഞു. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെയാണോ നിൽക്കുന്നത്? അല്ലല്ലോ, ഒരു കുറച്ചുകൂടെ പോയാലല്ലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രണ്ട് ആം ഹോള് നന്നായിട്ട് നിൽക്കത്തല്ലോ. ഇപ്പം നോക്കിക്കേ, ഇനി ഇവിടെ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്ന ഭാഗം ഒരു സ്വല്പം കൂടെ പോകണം. ചുരുക്കി പറഞ്ഞാൽ ബാക്കിനേക്കാൾ ഒരു 3/4 ഇഞ്ച് അകത്തോട്ട് കയറി നിൽക്കണം ഫ്രണ്ടിൻ്റെ കൈക്കുഴി. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു വെട്ടിയതെങ്കിൽ പോലും നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴുത്തിൻ്റെ പണിയെല്ലാം കഴിയുമ്പം നേരെ തിരിഞ്ഞു വരും കേട്ടോ. എപ്പോഴും ഉണ്ടാകണമെന്നില്ല, ഒരു 85% സമയത്തും ഷോൾഡർ അല്ല ഈ കൈക്കുഴി നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇങ്ങനെ വരണം, ഇത്രയും മാറി നിൽക്കണം. മനസ്സിലായോ? ഈ കൈക്കുഴി ശ്രദ്ധിച്ചേ, ഇത് ഞാനതുപോലെ ക്ലീൻ ചെയ്തത്. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ഭാഗം എടുത്തു പറഞ്ഞത്. കണ്ടോ, 2 വശവും മനസ്സിലായില്ലേ? ഇനി നമ്മൾ തയ്ക്കുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ചുളിവൊന്നുമില്ലാതെ വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി അല്ല, നല്ല തുണി എപ്പോഴും നമ്മൾ ഇച്ചിരി കൂടുതലെടുത്തല്ലേ വെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ കൂട്ടിച്ചേർത്ത് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം. അതുപോലെ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുമ്പും നമുക്കത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് ഇങ്ങനെ കനത്തിന് മടക്കിയൊക്കെ അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും, പ്രത്യേകിച്ച് സ്ലിറ്റിൻ്റെ ഭാഗത്ത് കേട്ടോ. അതുകൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്തെയൊക്കെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. എല്ലാ വശത്തും കൂടുതൽ നിൽക്കുന്നതിനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കുളിപ്പിച്ച് കൊച്ചില്ലാത്ത പോലെ ആക്കിയേക്കല്ലേ, ശ്രദ്ധിച്ച് ചെയ്യണേ. ഇത് കണ്ടോ, ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം അടിയിൽ നിന്ന് കണ്ടോ ഇത്രയും എക്സ്ട്രാ ആണ് നിൽക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയാതെ ഇവിടെ മടക്കി വേണേൽ അടിക്കാം. അപ്പം ചില ഭാഗത്ത് കട്ടി കൂടുതൽ വരും, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പമായിരിക്കുകയില്ല, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ഞാൻ സ്ലിറ്റ് തയ്ക്കാൻ പോവാം. എന്താ ചെയ്യും നിങ്ങൾ നോക്കിയേ, ഒരു ചെറിയ ഒരു പീസ് കഷ്ണം, അതിൻ്റെ ഒരു വശം തേര അല്ലെങ്കിൽ കരയെന്ന് പറയുന്ന ഭാഗമാണ്. എന്നിട്ട് നമ്മൾ പാവാടയ്ക്കൊക്കെ വള്ളി തയ്ക്കാൻ വേണ്ടി മടക്കുന്ന പോലെ 3ആയിട്ട് അതിനെ മടക്കി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ആകെ ഇത്രയും മതി. ഒരു 1.25 ഇഞ്ച് 1.5 ഇഞ്ച് താഴെ വരാം. 1.5 ഇഞ്ചിലൊക്കെ കൂടുതലായി പോയാൽ കനം ഒത്തിരി കട്ടി വരും. ഒത്തിരി കട്ടിയുടെ ആവശ്യമില്ല, എന്നാൽ ന്യായമായ കട്ടി വേണം താനും. ഒരു തുണി 3ആയിട്ട് മടക്കുമ്പോൾ ഉണ്ടാകുന്ന കട്ടി മതി. അതിനെ പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് തുടങ്ങാൻ പോകണേ. പിന്നെ ഒരു കാര്യം, സ്ലിറ്റ് നോക്കിക്കേ, ആദ്യം ഒരു 1/2 ഇഞ്ചിൽ അടുത്ത് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത്. താഴെയും നമ്മൾ തുടങ്ങുക. ഇവിടെ നമ്മൾ തയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ അടയാളപ്പെടുത്തുകയൊന്നുമില്ല, കാരണം കോട്ടൺ തുണിയാണ് നമുക്കിങ്ങനെ തയ്ക്കാനുള്ളതേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനിയും നല്ല തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കാനുള്ള പല എളുപ്പമാർഗ്ഗങ്ങൾ ഞാൻ സ്ലിറ്റ് സ്റ്റിച്ചിങ് എന്നും പറഞ്ഞ് തന്നെ സ്ലിറ്റ് തയ്ക്കാനുള്ള മാർഗം എന്നൊക്കെ പറഞ്ഞ് 2 or 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണേ കേട്ടോ. നല്ലപോലെ മനസ്സിലാകുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, മടക്കി വന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ വന്നപ്പോൾ അവിടുന്ന് മടക്കി താഴോട്ട് കൊണ്ടുവന്ന് ആദ്യം മടക്കിയതുമായിട്ട് കൂട്ടിച്ചേർത്ത് വരുവാണേ. ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കിയേ, സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റ് ഓപ്പണിങ് കണ്ടില്ലേ, തൊട്ട് കാണിച്ചേ, അവിടെ വരുമ്പോൾ നമ്മുടെ ഈ പീസ് തുണി എടുക്കണം. ഇതെടുത്തിട്ട് നമ്മളിനി എന്നാ ചെയ്യാൻ പോകുന്നത്, ഇത് മടക്കിയില്ലേ, ആ മടക്കിയതിനകത്തോട്ട് നമുക്ക് ആ ഒരു എൻഡ് അകത്തോട്ട് വെച്ച് മടക്കി, കണ്ടോ, കറക്റ്റായിട്ട് തന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ അതേ കൂടെ തയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കെട്ടിട്ട് തയ്ച്ചേക്കാതെ, അപ്പം നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ സാധാരണ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഇങ്ങനെ മടക്കി ഇങ്ങോട്ടല്ലേ തയ്ക്കുന്നത്, അതുപോലെ തന്നെ ഇത് മടക്കുക. അതിനകത്തോട്ട് വേണം ഇതിൻ്റെ എൻഡ് മടങ്ങി നിൽക്കാൻ. പക്ഷേ ഇച്ചിരി നീളം കൂടുതലാണ്, കട്ടിച്ച് കേട്ടെ. ഒത്തിരി നീളം കൂടിയ കനത്ത് ഇങ്ങനെ എക്സ്ട്രാ തെറിച്ച് നിൽക്കും.
കണ്ടോ? എന്നിട്ട് ഞാനത് അകത്തോട്ട് മടക്കി. ഈ മറുവശത്തോട്ടുള്ള ഭാഗം മടക്കിയടിക്കാനുള്ള വലിപ്പത്തിൻ്റെ അങ്ങോട്ട് കൃത്യം മടക്കിയിട്ട് അവിടുന്ന് തയ്ച്ചു. ഇനി നമ്മൾ കുത്തി നിർത്തി താഴോട്ട് ആ സ്ലിറ്റിനെ മറ്റേതിനെ പോലെ തന്നെ അതേ വീതിയിൽ മടക്കി നമ്മൾ താഴോട്ട് തയ്ക്കുക. കണ്ടല്ലോ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ തുണി വെച്ചില്ലേ ചെറിയ പീസ്, അതേ കൂടെ തയ്ച്ചിങ്ങ് താഴോട്ട് നമ്മൾ പോരുക. ആ ഒരേ വീതി ആയിരിക്കുന്നത് ശ്രദ്ധിക്കണം. വലിച്ചു പിടിക്കല്ലേ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിച്ചു പിടിക്കരുത് കേട്ടോ. വലിച്ചു പിടിക്കാതെ തയ്ച്ച് പോരണം. ഒരു ഇത്രയൊക്കെ ആകുമ്പോൾ നീ കണ്ടോ, ഇവിടെ ഞാൻ ആ ലൈനിങ് തുണി മടക്കി അടിച്ചില്ല. അതുകൊണ്ട് മടക്കി അടിക്കാൻ വേണ്ടി ഞാനൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നിട്ടാണ് ഞാൻ തയ്ച്ച് പോരുന്നത്. എന്നിട്ട് ഞാൻ മടക്കി അടിക്കും, അടിഭാഗം മടക്കി അടിക്കും. അതുപോലെ ഇത്രയൊക്കെ ഒരു 4-5 ഇഞ്ച് മുമ്പേ അടിഭാഗത്തുനിന്ന് മടക്കി പിടിച്ചിട്ട് വേണം തയ്ച്ച് നിർത്താൻ, അല്ലെങ്കിൽ താഴോട്ട് തൂങ്ങിക്കിടക്കും. ഇനി എന്നാ ചെയ്തെന്ന് നോക്കിയേ, അവിടെ അതേ പൊസിഷനിൽ തന്നെ തുണിയെ തിരിച്ചിട്ട് അവിടും തന്നെ തയ്ച്ച് വരണം. അതെന്തിനാന്ന് ചോദിച്ചാൽ 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് എളുപ്പം നൂല് പോലും കട്ട് ചെയ്യാതെ തയ്ച്ച് വരാം. 2 പറയുന്നത്, അങ്ങോട്ട് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ചുളുക്കം ഉണ്ടായാൽ ആ ചുളുക്കം തിരിച്ച് തയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആകും. അത് കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ തന്നെ ആ സ്ലിറ്റ് നേരെ പിടിച്ചിട്ട് സ്ലിറ്റിൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഒന്ന് കുത്തി നിർത്തി തയ്ക്കാം, അല്ലേ വേണമെങ്കിൽ ഒന്ന് കെട്ടിട്ടും തയ്ക്കാം. ഒരു കെട്ടിട്ട് തയ്ക്കുകയാണെങ്കിൽ ആ ഇത് എന്ത് ചെയ്താലും പൊട്ടിപ്പോകത്തില്ല. ഞാനിത് എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നല്ല ഷേപ്പിന് ചുരിദാർ നല്ല ബോഡി ഫിറ്റായിട്ടിടുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ സ്ലിറ്റ് പൊട്ടിപ്പോകും. എത്ര തയ്ച്ചാലും സ്ലിറ്റ് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അരികിലൂടെ തയ്ച്ച് താഴെ വരെ കൊണ്ട് നമുക്ക് നിർത്താം. അടി തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ പിടിച്ച് നോക്കണം. സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരുപോലെ പിടിച്ച് ഒരുപോലെ മടക്കി തയ്ച്ചെടുത്തോണം കേട്ടോ, അടിഭാഗമൊക്കെ. ബാക്കിയെല്ലാം തന്നെ തയ്യൽ കഴിഞ്ഞു. ഇനിയും ഒത്തും നോക്കണ്ടേ, തയ്ച്ചാൽ മതിയോ? എപ്പടി ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ, വൃത്തിയായോ നോക്കിക്കേ. കണ്ടോ? ഇനി അതിൻ്റെ ഉൾവശം കൂടെ ഞാൻ കാണിക്കാം നിങ്ങളെ. നമ്മൾ പ്രത്യേകിച്ച് വരയിടുകയോ മടക്കുകയോ ഒന്നും ചെയ്തില്ല, നേരെ തയ്ച്ചതാണ്. ഇത് കണ്ടോ? നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെയായി റെഡിമെയ്ഡ് വാങ്ങുന്ന ജീൻസിൻ്റെ ടോപ്പിലൊക്കെ തയ്ച്ചേക്കുന്ന കാണാം ഇങ്ങനെ. ഞാൻ പണ്ടേ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടേ, പക്ഷെ അന്നൊന്നും ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴല്ലേ നമ്മളും പഠിച്ചത്, ഇപ്പോഴല്ലേ, കുറേ നാളായി എങ്കിലും. അപ്പം നിങ്ങൾ കൂട്ടുകാർ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ തയ്ക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ സ്ലിറ്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ടേ. ഞാനിനിയും നാളെ ഇതിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് തയ്ച്ച് കാണിക്കാം. അപ്പോൾ എനിക്കൊരു 2-3 അഭിപ്രായം നിങ്ങളോട് ഞാൻ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വിട്ടുതരിക. 3 ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് പാൻറ്റ്, ഞാൻ സാധാരണ തയ്ച്ച് കാണിക്കാറുള്ള സ്ട്രെയിറ്റ് പാൻറ്റ് തന്നെ തയ്ക്കും. ഒന്നുകിൽ ഫുൾ ഇലാസ്റ്റിക്. രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പടിയും. മൂന്നാമത്തേത് കുറച്ചുകൂടി ഷേപ്പുള്ള സ്ട്രെയിറ്റ് പാൻറ്റ്. എന്ന് ഈ സാധാരണ സ്ട്രെയിറ്റ് പാൻറ്റല്ല, സ്വല്പം കൂടി ഷേപ്പ് ഉണ്ടാവും അതിട്ടാൽ. ഞാൻ നിങ്ങളെ ഈ ചുരിദാർ ഇട്ട് കാണിക്കുമ്പം അങ്ങനത്തെ ഒരു ഒരെണ്ണം ഞാൻ തയ്ച്ചേക്കുന്ന ഇട്ട് കാണിക്കാൻ, നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അങ്ങനത്തെ വേണമെന്ന് പറയണം. സ്ട്രെയിറ്റ് പാൻറ്റ് തന്നെയാണ് സ്വല്പം കൂടെ ഫിറ്റ്, സ്വല്പം കൂടെ ബോഡിയോട് ഫിറ്റ് ആയിട്ടിരിക്കുന്നതും എന്നാൽ കാണാൻ നല്ലതുമാണ്. അപ്പോൾ ഈ 3 ചാൻസ് നിങ്ങൾ ആദ്യം വിടുന്ന 50 കമൻറ്റിൽ ഏതിനാണോ പ്രിഫറൻസ് അതായിരിക്കും നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മറക്കല്ലേ. ഇതേ നമ്മൾ തയ്ച്ചെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയതാണ്. ചുരിദാറിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, മാക്സിമം വൃത്തിയായിട്ട് തയ്ക്കാനും. ഞാൻ വന്നു, നമ്മൾ ഒന്നിച്ച് തയ്ച്ച ചുരിദാർ. ഇത് ക്യാൻവാസ് നെക്കാണ്. ഫ്രണ്ടിൽ ഞാൻ തയ്യൽ തുമ്പില്ലാതെ 7 ഇഞ്ചും 3.5 ഇഞ്ച് വിടുത്തെടുത്തപ്പോൾ കുഴപ്പമില്ലല്ലോ, വലിയ കൂടുതലല്ലോ. ബാക്ക് എഴുത്തൂടെ കാണിക്കാം. 6 ഇഞ്ച്, ഞാൻ സാധാരണ 6 ഇഞ്ച് ഒരിക്കലും എടുക്കാറില്ല. 6 ഇഞ്ച് എടുത്ത ഇത് ബാക്കിൽ ടക്ക് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട നോക്കിക്കേ. ഇത് കണ്ടോ, നല്ല ഇറക്കമുണ്ട്. ആവശ്യത്തിന് 47 ഇഞ്ച് എടുത്തു. നമ്മൾ അവനവൻ്റെ ഇഷ്ടവും പൊക്കവും അനുസരിച്ച് നമുക്ക് എടുക്കാം. കാല് തല്ല കേട്ടോ, ഞാൻ പാൻറ്റ് തയ്ച്ചില്ല, നിങ്ങളോട് പറഞ്ഞിട്ടേ പാൻറ്റിലൂടെ തയ്ക്കത്തുള്ളൂ. ഇത് കണ്ടില്ലേ, സ്ലിറ്റ് കണ്ടോ, നമ്മൾ തയ്ച്ചിരിക്കുന്ന സ്ലിറ്റ് ഇതല്ല കേട്ടോ. ഞാൻ പോക്കറ്റ് കാണിച്ചത് സ്ലിറ്റ്. സാധാരണക്കാർ, പ്രായമുള്ളവരുടെ വയറൊക്കെ ഉള്ളവരുടെ ഒരു വലിയ വിഷയമാണ് സ്ലിറ്റ് ഇങ്ങനെ അകന്ന് കിടക്കുമെന്നുള്ളത്. നമുക്കിത് കണ്ടില്ലേ,
സ്ലിറ്റൊന്നും എന്നാൽ ഇത് കണ്ടോ, ഇത് അതിഭയങ്കരമായ ലൂസല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ലൂസേ ഉള്ളു താനും. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു തന്ന് തയ്ച്ച മെഷർമെൻറ്റിലെടുത്ത ചുരിദാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് വേണം ഇതുപോലൊരു ചുരിദാർ നിങ്ങളെല്ലാവരും തയ്ക്കാൻ. അതാണ് എൻ്റെ ആഗ്രഹം.